യൂണിവേഴ്സിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലെ, പല ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സുകളെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഇറ്റ്സെൽഫ് നടക്കുന്ന പ്രോസസ്സ്, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഫാക്ടറി ഇനീഷ്യേറ്റ് ചെയ്യാൻ ആവശ്യമില്ലാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോട്ട് ചെയ്ത വാട്ടർ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത വാട്ടർ കൂൾ ഡൗൺ ആവുന്നത് എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഏജൻസി ഒന്നും അവിടെ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു ഇനീഷ്യേറ്ററിന്റെ ആവശ്യമില്ല. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി മാത്രം നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹീറ്റിംഗ് ഓഫ് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് അപ്ലൈ ചെയ്യണം അല്ലെ. ഒരു എക്സ്റ്റേണൽ ഏജന്റ് അവിടെ ആക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് പ്രോസസ് എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും.